പാലക്കാട് നഗരത്തിലെ ഒരു ലോഡ്ജിൽ ജീവനൊടുക്കിയ 32-കാരനായ യുവാവ്. 2006 നടന്ന ഈ മരണം ഒരു പത്രവാർത്തയിൽ മാത്രം ഒതുങ്ങേണ്ടതായിരുന്നു. എന്നാൽ അത് ലോകമാകെ ചർച്ചയായി. ശാസ്ത്രലോകത്തിന് വലിയ സംഭാവന നൽകിയിട്ടാണ് ആ വ്യക്തി ജീവനൊടുക്കിയത്. ആരാണ് ആ മലയാളി? എന്തിനാണ് അയാൾ ജീവനൊടുക്കിയത്? എന്തുകൊണ്ട് അയാളുടെ മരണം ഇത്ര വലിയ ചർച്ചയായി? മനുഷ്യനറിയാൻ പാടില്ലാത്ത രുചികളിലൊന്നാണ് സൈനൈഡിൻ്റേത്. കാരണം അതിൻ്റെ രുചി അറിയുന്ന നിമിഷം തന്നെ മരണം തൊട്ടരികിലെത്തിയിട്ടുണ്ടാകും. ലോകത്തിന് അപ്രാപ്യമായ ഈ അറിവാണ് അന്ന് ലോഡ്ജിൽ ജീവനൊടുക്കിയ MP പ്രസാദ് പകർന്നു നൽകിയത്. പാലക്കാട് സ്വദേശിയായിരുന്നു പ്രസാദ്. എറണാകുളത്തെ കാക്കനാട് പഴന്തോട്ടം മണ്ണാശ്ശേരി പ്രഭാകരന്റെയും സരോജത്തിന്റെയും മൂത്ത മകൻ. സ്വർണ്ണപ്പണിയായിരുന്നു ജോലി. കുറെ കാലം തൃപ്പുണ്ണുത്തുറയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നീട് പാലക്കാട്ടെ പുതുപ്പള്ളി സ്ട്രീറ്റിൽ സ്വന്തം ജ്വല്ലറി ആരംഭിച്ചു. കടം വാങ്ങിയ പണവും സ്വന്തം സമ്പാദ്യവും ചേർത്ത് 25 ലക്ഷം രൂപയ്ക്കാണ് അയാൾ ഗോൾഡൻ ജ്വല്ലറി വർക്ക്സ് എന്ന കട തുടങ്ങിയത്. ബിസിനസ് നന്നായി നടന്നു. അതിനിടെ രാജസ്ഥാനിലെ ബീക്കാനർ സ്വദേശികളായ 2 പേരുമായി പ്രസാദ് സ്വർണ്ണ ഇടപാട് നടത്തി. 4 ലക്ഷത്തിന്റെ ഇടപാടിൽ പകുതി പണം ഷൊർണൂരിലെ ഒരു ഹോട്ടലിൽ വെച്ചു നൽകി. ബാക്കി നൽകാനിരിക്കെയാണ് പ്രസാദിന് ഒരു കാര്യം മനസ്സിലായത്. താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ബീക്കാനർ സ്വദേശികൾ നൽകിയത് സ്വർണമല്ല, അത് മുക്കുപണ്ടമായിരുന്നു. പിന്നാലെ മറ്റു ചില സ്ഥലങ്ങളിലും ഇവർ നടത്തിയ തട്ടിപ്പുകളെപ്പറ്റിയും പ്രസാദ് അറിഞ്ഞു. ഷൊർണൂർ പോലീസ് തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്തെങ്കിലും പ്രസാദിന്റെ പ്രശ്നങ്ങൾ തീർന്നില്ല. മുൻപ് തന്നെ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്ന പ്രസാദ് ഈ തട്ടിപ്പോടെ ശരിക്കും കുടുക്കിലായി. മുന്നിൽ മറ്റു വഴികളൊന്നും കാണുന്നില്ല. ഒടുവിൽ ആ കടുത്ത തീരുമാനത്തിൽ അയാളെത്തി. ജീവനൊടുക്കുക. അതിനായി അയാൾ സൈനൈഡ് വാങ്ങി. സൈനൈഡ് വാങ്ങാൻ ലൈസൻസ് ഉള്ള സ്വർണ്ണപ്പണിക്കാരനായതിനാൽ അയാൾക്കത് എളുപ്പമായിരുന്നു. 2006 ജൂലൈ 15 കാക്കനാട് വീട്ടിൽ നിന്നും പ്രസാദ് ഇറങ്ങി സൈനൈഡുമായി പാലക്കാട്ടെത്തി. അവിടെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഹോട്ടലിലെ 207 നമ്പർ മുറിയെടുത്തു. മാതാപിതാക്കളുമായി അയാൾ സംസാരിച്ചു. അതിന്റെ പിറ്റേന്ന് കാലത്ത് 7 മണിക്കും 3:30 ഇടയിലായിരുന്നു പ്രസാദിന്റെ അന്ത്യം. എന്നാൽ തന്റെ സൈനൈഡ് അനുഭവം അയാൾ കൃത്യമായി കുറിച്ചുവെച്ചു. പോലീസ് എത്തിയപ്പോൾ കട്ടിലിൽ ജീവനറ്റ് കിടക്കുകയായിരുന്നു പ്രസാദ്. വായിൽ നിന്നും രക്തവും പതയും വന്നിരുന്നു. കട്ടിലിനടുത്തുള്ള മേശയിൽ കുറിപ്പ്, പേപ്പർ, മദ്യക്കുപ്പി, സൈനൈഡ് പൊതിഞ്ഞ പേപ്പർ, പേന, ഗ്ലാസ് എന്നിവ കണ്ടെത്തി. 4 പേജുള്ള കുറിപ്പിൽ ഏറ്റവും ഒടുവിലായിരുന്നു സൈനൈഡിന്റെ രുചിയെപ്പറ്റി കുറിച്ചിരുന്നത്. മദ്യത്തിൽ സൈനൈഡ് കലർത്തിയപ്പോൾ അത് ലയിച്ചു ചേരാത്തതിനാൽ പേന കൊണ്ടിളക്കി. ശേഷം എഴുതിക്കൊണ്ടിരിക്കെ ആ പേന കൊണ്ട് അബദ്ധത്തിൽ നാക്കിൽ മുട്ടിച്ചു. പിന്നെ ഭയങ്കര എരിച്ചിലായിരുന്നു. മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ പ്രസാദ് പെട്ടെന്ന് തന്നെ സൈനൈഡ് അനുഭവം എഴുതി വയ്ക്കുകയായിരുന്നുവെന്നും കുറിപ്പിലുണ്ട്. ഡോക്ടർമാരെ, ഞാൻ പൊട്ടാസ്യം സൈനൈഡിന്റെ രുചി അറിഞ്ഞു. ഭയങ്കര പുകച്ചിലാണ് ആദ്യം. പതുക്കെ, വളരെ മെല്ലെ നാവെല്ലാം ഇരിഞ്ഞു പോകും. നല്ല കടുപ്പമാണ്, ഭയങ്കര ചവർപ്പാണ്. അങ്ങനെ സൈനൈഡിന്റെ രുചി പ്രസാദ് കുറിച്ചിട്ടു. സൈനൈഡ് വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിഷമാണ്. അത് ശരീരത്തിലെ കോശങ്ങളിലെ ഓക്സിജൻ ഉപയോഗിക്കാനുള്ള കഴിവിനെ തടയും. വിഷമുള്ളിൽ ചെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കാം. അതിനാൽ തന്നെ സൈനൈഡ് കഴിച്ച ഒരാൾക്ക് തനിക്കുണ്ടായ അനുഭവം മറ്റൊരാളോട് പറയാനോ രേഖപ്പെടുത്താനോ സമയം ലഭിക്കാറില്ല. പ്രസാദിന്റെ കാര്യത്തിൽ മരണം പെട്ടെന്ന് സംഭവിച്ചില്ല. മരണം സംഭവിക്കാൻ സാധിക്കുന്ന സൈനൈഡിന്റെ ചെറിയ ശതമാനം അളവാണ് പ്രസാദിന്റെ ഉള്ളിൽ ചെന്നത്. അതിനാലാണ് അയാൾക്ക് ആ രുചി കുറിക്കുവാനുള്ള സമയം കിട്ടിയത്. പ്രസാദിന്റെ ഈ കുറിപ്പ് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനേക്കാൾ വിലപ്പെട്ട ഒന്നായി ശാസ്ത്രലോകം കണക്കാക്കുന്നു. ഈ സംഭവം പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ചിലിയൻ എഴുത്തുകാരനായ ബെഞ്ചമിൻ ലബാട്ടുട്ടിന്റെ 2020 ബുക്കർ പ്രൈസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് എന്ന പ്രശസ്തമായ നോവലിൽ MP പ്രസാദിന്റെ കഥ ഒരു അധ്യായമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാധാരണ സ്വർണ്ണപ്പണിക്കാരനായ മലയാളി തന്റെ ദുരന്തകരമായ അന്ത്യത്തിലൂടെ ലോകത്തിന് നൽകിയത്, വൈദ്യശാസ്ത്രത്തിന് നൽകിയത്, ഇന്നുവരെ ലഭ്യമാകാതിരുന്ന ഒരു അപ്രതീക്ഷിത അറിവാണ്. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.